ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ജൂതൻ ഒരു മാനിനെ കെട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. നബിയെ കണ്ടപ്പോൾ ആ മാൻ കരഞ്ഞുകൊണ്ട് നബിയോട് പറഞ്ഞു, "അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ രാവിലെ എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം തേടി പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ജൂതൻ എന്നെ പിടിച്ച് കെട്ടിയിട്ടത്. രാവിലെ മുതൽ ഞാൻ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ദൂതരെ, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. രാവിലെ മുതൽ ഞാൻ അവർക്ക് പാല് കൊടുത്തിട്ടില്ല. എന്നെ കാണാതെ അവർ വിഷമിച്ചിട്ടുണ്ടാകാം. പാൽ കിട്ടാത്തതുകൊണ്ട് അവരുടെ തൊണ്ട വറ്റിയിട്ടുണ്ടാകാം." തുടർന്ന് മാൻ നബിയോട് സഹായം അഭ്യർത്ഥിച്ചു. തൻ്റെ കുട്ടികളെ കാണാനും പാല് കൊടുക്കാനും അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. മാനിന്റെ സങ്കടം നിറഞ്ഞ അപേക്ഷ കേട്ടപ്പോൾ നബിയുടെ കണ്ണുകൾ നിറഞ്ഞു. നബി ജൂതനോട് ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് ഈ നിഷ്കളങ്കമായ മാനിനെ കെട്ടിയിട്ടിരിക്കുന്നത്?" ജൂതൻ മറുപടി പറഞ്ഞു, "ഞാൻ ഇതിനെ വേട്ടയാടിയതാണ്. വനത്തിലെ മൃഗങ്ങളെ വേട്ടയാടുന്നത് അനുവദനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കെട്ടിയിട്ടത്." നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഇതൊരു അമ്മയാണെന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതിന്റെ അകിടുകൾ പാൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തന്റെ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ കഴിയാത്തതിൽ ഇത് വിഷമിക്കുന്നുണ്ട്. ഇതിനെ വിടൂ. ഇത് അതിന്റെ കുട്ടികളെ കണ്ട് അവർക്ക് പാൽ കൊടുക്കട്ടെ." ജൂതൻ പറഞ്ഞു, "ഞാൻ വലിയ കഷ്ടപ്പാടിലാണ് ഇതിനെ പിടികൂടിയത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ എന്തിനാണ് ഇതിനെ വിട്ടുകൊടുക്കുന്നത്?" നബി ആ മാനിനെ അതിന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അവനോട് സൗമ്യമായി പറഞ്ഞു. നബി തുടർന്നു പറഞ്ഞു, "അത് അവർക്ക് പാൽ കൊടുത്ത് തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വരും." പരിഹാസത്തോടെ ജൂതൻ ചോദിച്ചു, "കെട്ടിയിട്ട ഒരു മൃഗം തിരിച്ചു വന്നതിന് എന്തെങ്കിലും ഉദാഹരണമുണ്ടോ? ഞാൻ ഇതിനെ വിട്ടാൽ ഇത് ഒരിക്കലും തിരിച്ചു വരില്ല." ജൂതൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ നബി പറഞ്ഞു, "നിങ്ങൾ ഈ മാനിനെ സ്വതന്ത്രമാക്കൂ. അതിനു പകരം നിങ്ങൾക്ക് എന്നെ കെട്ടിയിടാം. അത് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ജീവിതകാലം മുഴുവൻ തടവിലിടാം." ജൂതൻ സമ്മതിച്ചു. ഒരു വ്യവസ്ഥയിൽ മാനിനെ സ്വതന്ത്രമാക്കാമെന്ന് പറഞ്ഞു. മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നബിയെ ജീവിതകാലം മുഴുവൻ തടവിലാക്കുമെന്ന് അവൻ പറഞ്ഞു. ഒടുവിൽ ജൂതൻ മാനിനെ സ്വതന്ത്രമാക്കുകയും നബിയെ കെട്ടിയിടുകയും ചെയ്തു. സ്വതന്ത്രനായ ഉടൻ മാൻ വേഗത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. ജൂതൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ആ മാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നും നബിയെ എന്നേക്കുമായി തടവിലിടാമെന്നും കരുതി. ഒരു വന്യമൃഗത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ച നബിയെപ്പോലെ ഒരാളെ ലോകത്ത് കണ്ടിട്ടില്ലെന്നും അവൻ ചിന്തിച്ചു. മാൻ വേഗത്തിൽ തന്റെ കുട്ടികളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മയെ കണ്ട കുട്ടികൾ അത്ഭുതത്തോടെ ചോദിച്ചു, "അമ്മ രാവിലെ മുതൽ എവിടെയായിരുന്നു? നിങ്ങളെ കാത്തിരുന്നു ഞങ്ങൾ തളർന്നു. പാൽ കിട്ടാതെ ഞങ്ങളുടെ തൊണ്ട വറ്റിയിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ വിട്ടുപോയത്?" മാൻ മറുപടി പറഞ്ഞു, "പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഭക്ഷണം തേടിപ്പോയപ്പോൾ ഒരു ജൂതൻ എന്നെ പിടികൂടി. അവൻ എന്നെ കെട്ടിയിട്ടു. പിന്നീട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബി ആ വഴി വന്നു. ഞാൻ അവരോട് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളെ അവസാനമായി കാണാനും പാൽ തരാനും വേണ്ടി നബി എന്നെ വിടാൻ വേണ്ടി സ്വയം ആ ജൂതന്റെ അടുത്ത് പണയപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്ക് പാലിക്കാനായി തിരികെ പോകേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആ കഠിനഹൃദയനായ ജൂതൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം പാൽ കുടിക്കൂ. ഞാൻ തിരിച്ചു പോകണം. എനിക്ക് എൻ്റെ നബിയെ കഷ്ടപ്പാടിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല." അമ്മ നബിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് വന്നതെന്ന് കേട്ടപ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "അമ്മ, ജൂതൻ തടവിലിട്ട നബിയെ വിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പാൽ കുടിക്കുക?" "ഇല്ല, ഞങ്ങൾ പാൽ കുടിക്കില്ല. അമ്മ തിരിച്ചു പോകൂ. ഞങ്ങളും അമ്മയുടെ കൂടെ വരാം. അല്ലാഹുവിന്റെ നബിയുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല." പിന്നീട് അമ്മയും കുട്ടികളും നബിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. മാൻ തിരികെ വരാൻ വൈകിയപ്പോൾ ജൂതൻ നബിയെ പരിഹസിച്ചു, "നിങ്ങളെക്കാൾ വലിയൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മൃഗത്തിന് വേണ്ടി നിങ്ങൾ സ്വയം പണയപ്പെടുത്തി. ആ മാൻ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? അന്ത്യനാൾ വരെ അത് തിരിച്ചു വരില്ല. അതുവരെ നിങ്ങൾ എൻ്റെ തടവിലായിരിക്കും." ഇത് കേട്ട് നബി സൗമ്യമായി പറഞ്ഞു, "ഹേ ജൂതൻ, കുറച്ച് ക്ഷമിക്കൂ. ആ മാൻ തീർച്ചയായും തിരിച്ചുവരും. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് നിന്റെ അടുത്തേക്ക് തിരികെ വരും." ജൂതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മുഹമ്മദ്, നിങ്ങളുടെ ഭാവനകൾ ഒഴിവാക്കൂ. ആ മാൻ അന്ത്യനാൾ വരെ തിരിച്ചു വരില്ലെന്ന് എനിക്കുറപ്പാണ്." കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മാൻ മാത്രമല്ല അതിന്റെ കുട്ടികളും വരുന്നത് ജൂതൻ കണ്ടു. അത് അവനെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ നബി മാനിനോട് ചോദിച്ചു, "ഹേ മാൻ,
നീ എന്തിനാണ് നിന്റെ കുട്ടികളെ കൂടെ കൊണ്ടുവന്നത്? നീ ഒറ്റയ്ക്ക് വരുമെന്നായിരുന്നല്ലോ വാക്ക്. മാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തെത്തി. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബി എന്നെയും എൻ്റെ കുട്ടികളെയും കാണാനും അവർക്ക് പാൽ കൊടുക്കാനും വേണ്ടി സ്വയം ഒരു ജൂതന്റെ അടുത്ത് പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് അവരോട് പറഞ്ഞു. എൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മാ, അല്ലാഹുവിന്റെ നബിയെ തടവിലിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പാൽ കുടിക്കുക? ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം അവർ എൻ്റെ കൂടെ പുറപ്പെട്ടു. മാൻ തുടർന്നു പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നീട് നബി ജൂതന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഹേ ജൂതൻ, നോക്കൂ, നിന്റെ മാൻ തിരിച്ചു വന്നിരിക്കുന്നു. അത് ഒറ്റയ്ക്കല്ല, അതിൻ്റെ കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമുള്ളത് ചെയ്യാം. ഒരു കാര്യം ഓർക്കുക, ഞാൻ മനുഷ്യരുടെ മാത്രം നബിയല്ല, ഞാൻ വനത്തിലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഈ പ്രപഞ്ചം മുഴുവൻ്റെയും നബിയാണ്. നബി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ജൂതൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, നിങ്ങളോടുള്ള സ്നേഹം കാരണം ആ മാൻ തിരിച്ചു വന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ യഥാർത്ഥ നബിയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ ദൂതരെ, നിങ്ങളുടെ കൈകളാൽ എനിക്ക് കലിമ ചൊല്ലിക്കൊടുത്ത് എന്നെ ഒരു മുസ്ലിമാക്കൂ. ഇനി എനിക്ക് ആ മാനിനെ ആവശ്യമില്ല. ഞാൻ അതിനെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. എൻ്റെ ജീവിതം നിങ്ങളുടെ സേവനത്തിനായി ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ജൂതൻ നബിയുടെ കൈകളിൽ കലിമ ചൊല്ലി ഒരു മുസ്ലിമായി മാറി. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് പറയാം. ദയയും അനുകമ്പയും. ഒരു മൃഗത്തോട് പോലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ദയയും സ്നേഹവുമാണ് ഈ കഥയുടെ കാതൽ. ഓരോ ജീവിയോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. 2. വാക്ക് പാലിക്കാനുള്ള പ്രാധാന്യം. വാക്ക് പാലിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വന്തം ജീവിതം പോലും പണയം വെക്കാൻ തയ്യാറായി. ഇത് സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും മഹത്തായ പാഠം നൽകുന്നു. 3. മൃഗങ്ങളുടെ വികാരം. മൃഗങ്ങൾക്കും വികാരമുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കാരണം മാൻ തിരികെ വന്നത് അതിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തെയും വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു. 4. മാറ്റത്തിനുള്ള സാധ്യത. ജൂതന്റെ മനസ്സ് മാറാൻ കാരണം പ്രവാചകന്റെ ഉദാത്തമായ പ്രവൃത്തിയാണ്. ഇത് മനുഷ്യന്റെ മനസ്സ് നന്മ കണ്ടാൽ മാറുമെന്നും സത്യം തിരിച്ചറിയാൻ ഓരോരുത്തർക്കും കഴിവുണ്ടെന്നും കാണിച്ചു തരുന്നു. 5. മുഴുവൻ പ്രപഞ്ചത്തോടുമുള്ള സ്നേഹം. താൻ മനുഷ്യരുടെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രവാചകനാണെന്ന് നബി പറഞ്ഞത് എല്ലാ സൃഷ്ടികളോടും ഇസ്ലാം നൽകുന്ന ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം, ഇൻഷാ അല്ലാ.